Hi friends, welcome to Competitive Cracker. ഞാൻ പ്രശാന്ത്. ഞാൻ ശ്രീകല. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി LGS അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി LGS നമ്മുടെ ഓഗസ്റ്റ് എക്സാം ഷെഡ്യൂൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു അല്ലേ? അതായത് ഓഗസ്റ്റ് 5-ാം തീയതി അതുപോലെ തന്നെ ഓഗസ്റ്റ് 19-ാം തീയതിയുമായിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഗസ്റ്റിലെ എക്സാം ഷെഡ്യൂൾ വന്നപ്പോൾ നമുക്ക് ഡേറ്റ്സ് കിട്ടിയത്. രണ്ട് ഫേസുകൾ വന്നത്. ഇനി സെപ്റ്റംബറിൽ വന്നപ്പോഴും ഇതേപോലെ തന്നെ സ്റ്റേജ് 3യും സ്റ്റേജ് 4. ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേജ് 1-ന്റെയും സ്റ്റേജ് 2-ന്റെയും ഡേറ്റുകളാണ്. ആൻഡ് സെപ്റ്റംബറിൽ എത്തിയ സമയത്ത് ഇതേപോലെ സ്റ്റേജ് 3-യുടെയും സ്റ്റേജ് 4-യുടെയും കൂടി വന്നിട്ടുണ്ട്. ആ ഡേറ്റുകളൂടി നമുക്ക് പരിശോധിക്കാം, നമുക്ക് നോക്കാം. അതായത് സെപ്റ്റംബർ 9-ാം തീയതി സ്റ്റേജ് 3യും അതുപോലെ തന്നെ സെപ്റ്റംബർ 23-ാം തീയതി സ്റ്റേജ് 4ഉം. അതായത് ആസ് ഓഫ് നൗ യൂണിവേഴ്സിറ്റി LGS എക്സാം നടക്കുന്നത് 4 ഘട്ടങ്ങളിലായിട്ടാണ്. അതെ, 4 സ്റ്റേജുകളായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് യൂണിവേഴ്സിറ്റി LGS എക്സാമിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ആദ്യമായിട്ടാണ് PSC ഈ ഒരു എക്സാം നടത്തുന്നത്. അതായത് ഇതുവരെ യൂണിവേഴ്സിറ്റി LGSൽ യൂണിവേഴ്സിറ്റികൾ ആയിട്ട് തന്നെയാണ് നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആദ്യമായിട്ടാണ് PSC ത്രൂ യൂണിവേഴ്സിറ്റി LGSന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും നിയമന സാധ്യതകളും നിയമന നിലകളും എല്ലാം. അപ്പോ ഒരു നോൺ ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരമാണ് ഈ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGS എക്സാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നോൺ ഗ്രാജുവേറ്റ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു സിലബസും ആണ്. നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് കൂടിയിട്ടാണ് തന്നിരിക്കുന്ന സിലബസ്. ഇപ്പൊ വന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രിലിമിനറി എക്സാം 10th പ്രിലിംസിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. മറ്റുള്ള എക്സാംസ് ഉണ്ട്. അതായത് നമ്മുടെ എന്താ പറയാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ OA ഉണ്ട്, അതുപോലെ ഫാം വർക്കർ ഉണ്ട്, കൂലി വർക്കർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി LGSൽ തന്നെയാണ് ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെ അവസരവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുന്നവരാണ്. അപ്പോ ഈ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് ആദ്യമായിട്ട് PSC നടത്തുന്ന യൂണിവേഴ്സിറ്റി തസ്തികകളിലേക്ക് LGS തസ്തികകളിലേക്ക് PSC നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു അവസര സാധ്യത കൂടുതൽ ഇവിടെ ഉണ്ട് എന്ന് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ഈ ഒരു യൂണിവേഴ്സിറ്റി LGS എക്സാമിന്റെ സിലബസ് എല്ലാവരും കണ്ടു കാണും അല്ലെ? ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം പഠിക്കണം? ഇപ്പം 1-ാം ഘട്ടം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 5-ാം തീയതി. അപ്പം എന്ത് പഠിക്കണം? അതായത് ഇനി അങ്ങോട്ട് നമുക്ക് 10th പ്രിലിംസിന്റെ സിലബസ് ഫുൾ ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്ന പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇനിയുള്ള 30 ദിവസം കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാർ ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാംസ് വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പൊ മാറിയ പാറ്റേണിൽ നടന്ന എക്സാംസ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ 40% ക്വസ്റ്റ്യൻസും SCRTയിൽ നിന്ന്? തീർച്ചയായിട്ടും പറയാൻ പറ്റും. 40%-ൽ കൂടുതൽ വേണമെങ്കിൽ 40% തന്നെ നമുക്ക് പറയാം SCRT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് വൈസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കഴിഞ്ഞ കുറച്ച് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അറിയാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. നമ്മളെ കുറച്ചിത്തിരി കൺഫ്യൂസ് ചെയ്യിക്കുന്ന ചോദ്യങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു 30 ദിവസം നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിനുള്ളിൽ തീർച്ചയായിട്ടും സെക്യൂർ ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾ എത്തിപ്പെടും. ഷുവറാണ്. അപ്പൊ ആ 40% ക്വസ്റ്റ്യൻസ് SCRT ബേസ്ഡ് ആയിട്ട് തന്നെ, അതായത് സിലബസ് പഠിക്കുക, ഒരു റാങ്ക് ഫയൽ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ ചെയ്യേണ്ടത്. സിലബസ് ഉപയോഗിച്ച് SCRT പാഠപുസ്തകങ്ങൾക്ക് കൂടുതൽ എംഫസിസ് കൊടുത്തിട്ടുള്ള ഒരു പഠനം തന്നെയാണ് നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി LGSലെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞങ്ങളൊരു 30 ഡേയ്സ് ഷെഡ്യൂൾ ആദ്യത്തെ ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 30 ഡേയ്സ് ഷെഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നത് ജൂലൈ 3-നാണ്. ജൂലൈ 3-നാണ് നമ്മളുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു സ്റ്റഡി പ്ലാൻ നോക്കാം. നിങ്ങൾക്കും ഈ സ്റ്റഡി പ്ലാൻ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ട്രാക്കറിലെ ഇൻഹൗസ് കുട്ടികൾക്കായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു 30 ഡേയ്സ് ഷെഡ്യൂളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ സിലബസിലെ ഭാഗങ്ങൾ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭരണഘടന, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും പാർട്ട് 1 മുതൽ 4 വരെ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അതിന് 4 പാർട്ടുകളായിട്ടാണ് വീഡിയോ കിടക്കുന്നത്. അപ്പൊ ആ 4 വീഡിയോകളും അതിനോട് അനുബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങളും കണ്ടോ,
ഇതിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് SCRT പഠിക്കാൻ വേറൊരു വഴി വേണ്ട അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഏതൊക്കെ SCRT ടെക്സ്റ്റ് ബുക്സിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെ സാറേ. ഇപ്പൊ ഡേ 1 ഭരണഘടന മാത്രമല്ല മാത്സും സയൻസും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഭരണഘടന ആദ്യത്തെ ഡേയില് ഭരണഘടനയിൽ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും നേരത്തെ പറഞ്ഞു പാർട്ട് 1 മുതൽ 4 വരെ അത് ആ വീഡിയോയുടെ നെയിമാണ്. അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട SCRT ബുക്കുകൾ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ക്ലാസ് 5 ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും, അതേപോലെ തന്നെ ക്ലാസ് 7 ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ഇനി മാത്സിലേക്ക് എത്തുന്ന സമയത്ത് സംഖ്യകൾ അടിസ്ഥാന ക്രിയകളും, അതേപോലെ തന്നെ സയൻസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വനങ്ങൾ, അതേപോലെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ഇത് ക്ലാസ് 8 ചാപ്റ്റർ 13 അതായത് വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത്. ഇനി സെക്കൻഡ് ഡേ എത്തുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ, സെക്കൻഡ് ഡേയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഭരണഘടന തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ പാർട്ട് 1 to 5 എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വീഡിയോ പേരാണ്. അതേപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന SCRT ടെസ്റ്റുകൾ എന്ന് പറയുന്നത് SCRT ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ്, അതേപോലെ തന്നെ ക്ലാസ് 10 ചാപ്റ്റർ 3 പൊതുഭരണം, ഇതാണ് ഇവിടെ പഠിക്കേണ്ടത്. മാത്സ് ഇതേപോലെ തന്നെ ബോർഡ് മാസ് ആണ്. ഇവിടെ 1 to 3 എന്ന് പറയുന്നത് വീണ്ടും പാർട്ടാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും. ഇനി സയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എല്ലാ പ്രാവശ്യം ചോദിക്കുന്നത് വളരെ, അതായത് അങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ ആദ്യമേ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് തന്നെയാണ് നമ്മൾ പഠനം മുന്നോട്ട് പോകേണ്ടത്. പ്രയോറിറ്റി ബേസിസിൽ ഇപ്പൊ GK 60 മാർക്ക് ഉണ്ട് എങ്കിൽ ആ GK തീർച്ചയായിട്ടും ഭരണഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വളരെ കുറച്ച് പോർഷൻ നമുക്ക് 10th ലെവൽ പ്രിലിംസിൽ പഠിക്കാനുള്ളൂ. മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ SCRTയിലും ഇതേപോലെ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന പാർട്ടുകളാണ് പഠിക്കേണ്ടത്, ഇന്ന ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഈ ഭരണഘടനയിലെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ എങ്കിൽ പോലും അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ മാത്സ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട്, ഇപ്പൊ മാത്സ് നിങ്ങൾക്ക് ബേസ് ഇല്ലാത്ത ഒരാളായിരിക്കാം, അതുകൊണ്ട് മാത്സ് നിങ്ങൾ പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം. പക്ഷെ അവിടെ മനസ്സിലാക്കുക മാത്സിന്റെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. 20 മാർക്ക് റീസണിങ്ങും മാത്സും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് എത്ര ബേസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇംപ്രൂവ്ഡ് ആവാം പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ ക്ലാസ്സസും അതുപോലെ തന്നെ ഡെയിലി വർക്ക്ഔട്ട്സ് അല്ലെ, നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി വർക്ക്ഔട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡെയിലി വർക്ക്ഔട്ട്സ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം മാത്സ് എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള റിഗറസ് പ്രാക്ടീസ് സെഷൻസോട് കൂടിയാണ് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോകുന്നത്. പോളുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് എപ്പോഴും വളരെ ആക്റ്റീവായി നിൽക്കുന്നത്. സെയിം ടീച്ചർ പറഞ്ഞ പോലെ സെയിം അവസ്ഥ തന്നെയാണ് സയൻസിന്റെ കേസിലും. സയൻസിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഏത് ക്ലാസ് ഏത് ചാപ്റ്റർ ഏതാണ് പഠിക്കേണ്ടത് ഒന്നിച്ച് നിലനിൽക്കുക ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ 3rd ഡേ അതേപോലെ 4th ഡേ ഇതിനെല്ലാം നമ്മൾ 4th ഡേ എത്തുമ്പോൾ ശ്രദ്ധിക്കുക കറണ്ട് അഫയേഴ്സ് നമ്മൾ ആദ്യമായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേരള ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ തന്നെ കൃത്യമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് 7 ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി, അതേപോലെ തന്നെ ക്ലാസ് 10 ചാപ്റ്റർ 8 കേരളം ആധുനികയിലേക്ക്, ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. ഇതിലും ഇതേപോലെ തന്നെ മാത്സും ഫിസിക്കൽ സയൻസും കാരണമൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ഡേ 7 കഴിയുമ്പോൾ നമുക്കൊരു റിവിഷൻ എക്സാം ഉണ്ടാവും. ഈ റിവിഷൻ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി വർക്ക്ഔട്ട്സിന് കൂടാതെയുള്ള അന്നത്തെ ദിവസം നമ്മൾ അത്രയും ദിവസം പഠിച്ച ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ എക്സാം ആണ് 8ാമത്തെ ദിവസം. അതായത് 7ാമത്തെ ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം കഴിഞ്ഞ് കൃത്യമായിട്ട് ഈ 7 ദിവസം എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചത് അതിന്റെ ഒരു റിവിഷൻ എക്സാം. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതേപോലെ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, എല്ലാം 7 ദിവസം നമ്മൾ ഇത്ര പഠിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് ഫസ്റ്റത്തെ ഒരു റിവിഷൻ എക്സാം 7 ദിവസം കഴിഞ്ഞ്. ഓക്കെ, അങ്ങനെ ഇതേപോലെ തന്നെ പിന്നീട് എപ്പോഴും വരും 14 ദിവസം കഴിഞ്ഞ് മറ്റൊരു എക്സാം, 21 ദിവസം കഴിഞ്ഞ് മറ്റൊരു എക്സാം, 28 ദിവസം കഴിഞ്ഞ് മോഡൽ എക്സാമുകൾ എല്ലാം ഇതിനിടയിൽ വരുന്നുണ്ട്. അവസാനം നമ്മൾ ഇതേപോലെ തന്നെ 30 ദിവസത്തിന്റെ ടൈം ടേബിളും കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിലൊക്കെ റിവിഷൻ എക്സാമുകൾ മോഡൽ എക്സാമുകളൊക്കെ വരുന്നുണ്ട്. ഫൈനലി ഇതേപോലെ തന്നെ നമ്മൾ 30ാമത്തെ ദിവസം നമ്മൾ 30 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ ടൈം ടേബിൾ ഇതേപോലെ തന്നെ റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളൊക്കെ ആയിട്ട്
നമ്മൾ ഈ കോഴ്സ് നല്ല രീതിയിൽ തന്നെ. അപ്പൊ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുക. കാരണം ഒരുപാട് നിയമനങ്ങളും ഒരുപാട് അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട്. അപ്പൊ ഈ 30 ദിവസം നമ്മൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ച് കുറച്ച് എക്സാംസും ക്വസ്റ്റ്യൻസും ഒക്കെ എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ പ്രിലിമിനറി കടക്കാൻ പറ്റും അല്ലെ. ആദ്യത്തെ ഘട്ടം കുറെ പേർക്ക് ടെൻഷൻ ഉണ്ടാവും, ഞങ്ങൾ വൈകിയാണ് പഠിച്ചു തുടങ്ങിയത്, ഇനി പക്ഷെ ഇതിന്റെ പ്രിലിമിനറി നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതി, മെയിൻസ് പിന്നെയല്ലേ. അപ്പൊ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 30 ദിവസം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു സംശയവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, പഠിച്ചു തുടങ്ങിക്കോളുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ യൂണിവേഴ്സിറ്റി LGS കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഈ ഒരു 30 ഡേ ഷെഡ്യൂൾ തുടങ്ങുന്നത് ജൂലൈ 3 എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ലൈവ് സെഷൻസും എല്ലാമായിട്ട് നമ്മളിവിടെ റെഡിയാണ്. അപ്പൊ ഇങ്ങ് പോന്നോളൂ. കേരളത്തിലെ ഏറ്റവും അധികം റിസൾട്ട് അല്ലെങ്കിൽ റാങ്ക് മേക്കേഴ്സ് ആണ് ഇന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കർ PSC അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇങ്ങ് പോന്നോളൂ. അടുത്ത റാങ്ക് ഹോൾഡർ ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.